ആ അത് കള്ളക്കളിയല്ലേ? ആ അതെ, അത് കള്ള. ചേട്ടാ, ഈ പെരുന്തുരുത്ത് ഗേൾസ് ഹൈസ്കൂൾ എവിടെയാ? മറിയ ടീച്ചർ. ആ, ഞാൻ ശിവപ്രസാദ്, സ്കൂളിലെ പിയൂണാണ്. ഓ, സാറ് പറഞ്ഞിരുന്നു ടീച്ചർ ഇന്ന് വരുന്നു. ഞാനിവിടെ കാത്തിരിക്കുകയായിരുന്നു. പോവാം. ആ, സ്കൂട്ടറുണ്ട്. സ്കൂട്ടർ കയറാൻ പേടിയൊന്നുമില്ലല്ലോ. സർ. യെസ് സർ, ഞാൻ മരിയ ഫ്രാൻസിസ്, പുതിയ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ്. ഓ, മരിയ ടീച്ചർ ഇരിക്കേ. ആ, ഇത് വിനോദ്. വിനോദാ ഇവിടുത്തെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സാറ് പറഞ്ഞായിരുന്നു ഇന്ന് വരുമെന്ന്. ടീച്ചറിൻ്റെ വീടൊക്കെ തിരുവനന്തപുരം. ഫാമിലിയൊക്കെ? ഹസ്ബൻഡ് അവിടെ തന്നെയാണ്, ബിസിനസ്സാണ്. ഓ, മാരീഡാണ്. ടീച്ചറിൻ്റെ പേരൻസ്? അവരാരും ഉപ്പയില്ല, മരിച്ചുപോയി. വിനോദേ, എഴുതി തീർന്നോ? നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്നാട്ടെ. ഓ, ടീച്ചർക്ക് ആദ്യത്തെ അപ്പോയിൻമെൻ്റ് ആണ്? അതെ സർ, അതെ. ഞാൻ നിരുത്സാഹപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ സ്കൂളിൻ്റെ സ്ഥിതി കുറച്ച് മോശമാണ്. ഞാനിവിടെ വന്നിട്ട് 20 കൊല്ലമായി. റിട്ടയർ ചെയ്യാൻ ഇനി അധിക ദിവസങ്ങളും ഇല്ല. എല്ലാം കൂടെ 150 കുട്ടികളേ ഉള്ളൂ. ഹൈസ്കൂൾ കഴിഞ്ഞാൽ കുട്ടികൾ പഠിത്തം നിർത്തി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ കഴിയുക പതിവ്. അങ്ങനെയുള്ളിടത്ത് ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ PT ടീച്ചറില്ലാത്തതുകൊണ്ട് വിനോദ സ്പോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ചെറുതായിട്ടൊക്കെ. സർ അത്ലറ്റ് ആണോ? കുറച്ച്. വിനോദിനെ കണ്ടിട്ട് ടീച്ചർക്ക് അങ്ങനെ തോന്നി? സാറിന് അറിഞ്ഞുകൂടത്തുണ്ടൊക്കെ ചില ഹൈ ജമ്പിനൊക്കെ പോകുമായിരുന്നു. സാറേ, ശിവ വാ. ടീച്ചർക്ക് നമ്മുടെ വീടൊന്ന് കാണിച്ചു കൊടുക്കുക. ടീച്ചർക്ക് എന്താവശ്യമുണ്ടാലും ശിവയോട് പറഞ്ഞാൽ മതി. ഇവിടെ വന്നിട്ട് 2 കൊല്ലമേ ആയുള്ളെങ്കിലും ഈ തുരുത്തിലുള്ളവരൊക്കെ നന്നായിട്ട് ഈ സ്ഥലമൊക്കെ ശിവയ്ക്കറിയാം. പിന്നെ നമ്മളുണ്ടല്ലോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ അടുത്തൊക്കെ. ഓ, എന്നാൽ ശരി സർ, ഞാൻ ഇറങ്ങട്ടെ. ശരി. മരിയ, മരിയ, തുറക്ക്. എന്താ എന്താ മുഖത്തൊക്കെ എന്താ പറ്റി? കളിയിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. എന്ത്? ഗ്രൗണ്ടിൽ വെച്ച് ഒരുത്തിനടുത്ത് തല്ലാനോ? ആരെന്ത്? ഞാൻ ഒന്ന് മാറിയിരിക്കാണേ. പൈസ വിഷയം നീ അത് വിട്. നീ ഒരു കാര്യം ചെയ്യ്, നീ മമ്മിയും കൂട്ടി ശ്രുതിയുടെ വീട്ടിലോട്ട് പോ. അല്ലെ ബാബുവിനെ വിളി. അല്ലെ വേണ്ട, നീ പോളിൻ്റെ ഫ്ലാറ്റിലിട്ട് പോ. അതായിരിക്കും കൂടുതൽ സേഫ്. അതെ, ഞാൻ നിന്നെ വിളിക്കാം. ഞാൻ പോട്ടെ പോട്ടെ. പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചറെ. അവർക്ക് എങ്ങനെ അറിയാനാ? ഈ PT പീരീഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് പിള്ളേർ കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ ചുമ്മാ കലബല ബഹളം. പ്രത്യേകിച്ച് ഒന്നും നടക്കാനില്ല. ടീച്ചറിന് ഓംലെറ്റ് ഭയങ്കര ഇഷ്ടമാണല്ലേ? കുറച്ച് ഓംലെറ്റ്. മോളെ, അല്ല നിനക്ക് ഈ കടുമാങ്ങാച്ചാർ ഇപ്പൊ ഇഷ്ടമല്ലാതായോ? പണ്ട് ഞാനിത് തൊട്ടാ തന്നെ നീ എന്തൊരു ബഹളായിരുന്നു. കഴിക്ക്. എങ്ങനെയുണ്ട് പുതിയ ജോലിയൊക്കെ? കുട്ടികൾ നിന്നെ വട്ടം ചുറ്റിക്കുന്നുണ്ടല്ലേ? എനിക്കറിയില്ല അപ്പാ. ഈ സ്കൂളിനൊരു PT ടീച്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എൻ്റെ അടുത്ത് വേറൊരു മാർഗ്ഗം ഇല്ലാണ്ടായിപ്പോയി.
ബെന്നിൻ്റെ ബിസിനസ്സൊക്കെ അത്യാവശ്യം നല്ല മോശമായിട്ടാണ് പോകുന്നത്. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. അതാ ഞാൻ പിന്നെ. നീ ഇപ്പൊ തന്നെ തോൽവി സമ്മതിച്ചു കഴിഞ്ഞു. അതല്ലപ്പാ, ഈ കുട്ടികൾക്ക് സ്പോർട്സിലും കുന്തത്തിലും ഒന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ ചുമ്മാ അവരുടെ പുറകെ ഇങ്ങനെ. ആ, അവരുടെ പ്രായത്തിൽ നീ ഇങ്ങനെയൊക്കെ തന്നെയല്ലായിരുന്നേ. അവർക്ക് കുറച്ച് സാവകാശം കൊടുക്ക്. നിന്റെ ഈ വാശിയൊക്കെ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അവരുടെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. ഒരു നല്ല ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല, അവരിൽ നിന്ന് പഠിക്കാനും ശ്രമിക്കണം. അത് മതി, അത്ര കഴിച്ചാ മതി. അപ്പ വിട്ടെ, സ്പൂൺ വിട്ടെ. ഈ അപ്പന്റെ ഒരു കാര്യം. ടീച്ചർ വാ. ടീച്ചറെ, ഈ പീരീഡ് ഞങ്ങൾക്ക് ക്ലാസ്സില്ല. എന്നാ പിന്നെ ടീച്ചറെ ഞങ്ങൾ കൊക്കോ കളിക്കാൻ പോയിക്കട്ടെ. ടീച്ചർ പ്ലീസ്. പൊക്കോട്ടെ ടീച്ചറെ പ്ലീസ്. കൊക്കോ കളിക്കാൻ വിടാം, പക്ഷേ എന്നെയും കൂടെ നിങ്ങൾ ആദ്യം കളി പഠിപ്പിക്കണം. പഠിപ്പിക്കാം.